തലമുറ തലമുറ വഴി നടത്തി പലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു. തലമുറ തലമുറ വഴി നടത്തി പലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു. ഇതുവരെ അതിശയമായി പുലർത്തി ഇനിയും അവനെന്നും മതിയായവൻ. ഇതുവരെ അതിശയമായി പുലർത്തി ഇനിയും അവനെന്നും മതിയായവൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞുപോയ സന്ദേശങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ്. 1000 തലമുറ വരെയുള്ള അനുഗ്രഹവും 3-4 തലമുറ വരെ വരുന്ന ശിക്ഷയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് എല്ലാ തലമുറകളുടെയും ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പലപ്പോഴും ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന പലർക്കും ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നിന്ന് വന്ന ചില സംശയങ്ങൾ ഒരു കാരണം, ഈ പൂർവീകരുടെ പാപം നമ്മളെ ബാധിക്കുമോ, തലമുറകളുടെ പാപം നമ്മളെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴായിട്ട് കടന്നു വരാറുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു മേഖല ചിന്തിക്കാനുള്ളൊരു കാരണം എസെക്കിയേൽ പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ പൂർവീകരുടെ പാപം മക്കളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പച്ച മുന്തിരിങ്ങ കഴിച്ച അപ്പനും പല്ല് പൊളിച്ച മകനെക്കുറിച്ചുമാണ്. ബൈബിളിലെ വചനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണത്. അപ്പൻ പച്ച മുന്തിരിങ്ങ കഴിച്ചു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന പഴമൊഴി ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യം അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു അന്ധനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണെന്ന് അവർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ രോഗം അവന് കടന്നു വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം വെച്ചും കൊണ്ട് പൂർവീകരുടെ പാപം നമ്മളെ ബാധിക്കത്തില്ല എന്ന് വാദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നു. എന്നാൽ അതിൽ നമുക്ക് തീർച്ചയായിട്ടും മോചനമുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു പാപം നമ്മിലുണ്ടെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യകുലത്തിൻ്റെ പാപം ഏറ്റെടുത്ത് ആ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കാനാണ്, രക്ഷിക്കാനാണ്. അങ്ങനെയെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, പാപം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പാപം ബാധിക്കുമോ, ഇനി ബാധിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ കേൾക്കണം, അതും വളരെ ശ്രദ്ധയോടിരുന്ന് കേൾക്കണം. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മറ്റെന്തെങ്കിലും അശ്രദ്ധ വരുമ്പോൾ ഇതിൻ്റെ ആ പൂർണ്ണത വിട്ടുപോകും. ചിലപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഈ വചനം കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ വചനഭാഗങ്ങൾ ധ്യാനിക്കാനോ ഒന്നും സാധ്യമല്ല പലർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, ദൈവവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ബൈബിൾ കയ്യിൽ വയ്ക്കുക, അതിന് നോട്ട് എഴുതിയെടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാശുപത്രിയിൽ ചെന്നാൽ രോഗം വരുമ്പം, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടർ കൃത്യമായിട്ട് പറയും 3 നേരമോ 4 നേരമോ, ചില ആൻറ്റിബയോട്ടിക്കുകൾ 2 നേരം, ചിലത് 3 നേരം കഴിക്കേണ്ടതായിട്ടുണ്ട് രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ച്. ചില മനുഷ്യർ അലാറം വെച്ച് വരെ ഈ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ രോഗം വരുമ്പം അതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോഴും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ പലപ്പോഴും പലരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് പലപ്പോഴും പലരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പരാജയം, അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സം നിൽക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം യേശുക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന ഒരു പരിഹാരമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അപ്പം അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്,
ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് യേശുക്രിസ്തു പരിഹാര ബലിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം പൂർണ്ണതയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിലും കുറേ കാര്യങ്ങൾ, സംശയങ്ങളും മറ്റു മേഖലകളും എല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബത്തിൽ മകനോ മകൾക്കോ ഓട്ടിസം വന്നു, അല്ലെ ബുദ്ധിമാന്ദ്യം വന്നു, അല്ലെ മാനസിക അസ്വസ്ഥതകളോ രോഗങ്ങളോ മൂലമോ, അല്ലെങ്കിൽ ചില മാരക രോഗങ്ങൾ ചെറുപ്പത്തിലെ കുഞ്ഞിലെ പിടികൂടിയത് മൂലമോ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, അടുത്ത തലമുറയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ ഇനി വിവാഹം കഴിച്ചവരാണെങ്കിലും അവർക്ക് ലഭിച്ച മക്കളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് തലമുറകളുടെ കാര്യത്തിലോ ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ശുശ്രൂഷയുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി താനായിരിക്കേണ്ട പരിശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൽപ്പനകളിലൂടെ കടന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പം കൽപ്പന പാലിച്ചാൽ എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ അത് പൂർണ്ണതയല്ല. എന്നാൽ കൽപ്പനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചധികം വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ പറ്റും. പിന്നെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് തുടർച്ചയായിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മിൽ വന്നിരിക്കുന്ന രോഗപീഠകൾ, നമ്മിൽ വന്നിരിക്കുന്ന തകർച്ചകൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ട്. അതിനൊരു എങ്ങനെയാണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം മനുഷ്യനല്ല അതിന് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്രിസ്തു പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അത് നമുക്കൊന്ന് പിന്നെ ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ മേഖലയൊന്ന് നമ്മൾ കടന്നു വന്നിട്ട് അതിലൂടെ പോകാൻ പറ്റും. അത് സഭയുടെ പഠനങ്ങളിലുണ്ട്. കത്തോലിക്കാ സഭയുടെ പഠനങ്ങൾ പറയുന്നൊരു വാക്കിങ്ങനെയാണ്: പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു. 1459 ഖണ്ഡികയിൽ 1459 ഖണ്ഡികയിൽ പറയുന്നത് പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു. പക്ഷെ പാപം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 1 എഴുതിയിരിക്കുന്ന വാക്ക് പ്രകാരം എന്താണ് അവിടെ രേഖപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ചാണ്. എൻ്റെ ഹെഡിക്ക് തന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ഇത് പറയുകയാണ്, ഈ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടതല്ലാതെ ഇത് വായിച്ചുള്ളൊരറിവില്ല. അപ്പോൾ നിങ്ങൾ എസെക്കിയേൽ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതലും എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലെ 33-ാം അധ്യായം 10 മുതലും പിന്നെ ജെറമ്യ പ്രവചനത്തിലും ഉള്ള ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കുന്നതിലാണ്. ഞാനത് വായിച്ച് പോകാം. അതിൽ കുറച്ച് ഭാഗമേ ഇതിനകത്തുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചുകൂടെ പൂർണ്ണത ലഭിക്കും. കാരണം നമുക്കെല്ലാം കൂടെ നമ്മുടെ ധ്യാനങ്ങളെല്ലാം നമ്മളിത് പൂർണ്ണതയിൽ പഠിപ്പിച്ച് പോകുന്നുണ്ട്. നമ്മുടെ ഇനി വരാൻ പോകുന്ന ധ്യാനത്തിലും നമ്മുടെ താമസിച്ചുള്ള എല്ലാ ധ്യാനങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്കൊരു 12 പേർക്ക് ഇവിടെ താമസിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ താമസിച്ചുള്ള ധ്യാനങ്ങളെല്ലാം ഇത് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അപ്രകാരമുള്ള ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ചിലപ്പോൾ രോഗികളെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഓട്ടിസോ ബുദ്ധിമാന്ദ്യമുള്ള പിള്ളേർ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അതിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനും അമ്മയോ ഒരുമിച്ച് അവരകത്ത് കുറച്ച് നാളത്തേക്ക് അവരുടെ മാതാപിതാക്കളുടെ കൂടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ നിർത്തിയിട്ട് വന്ന് ധ്യാനം കൂടുകയാണെങ്കിൽ, പിന്നെ അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നൊരു അറിഞ്ഞിരിക്കണം. കാരണം ഒരു കുഞ്ഞ് ഒരു തകർച്ചയിൽ എത്തിയിട്ട് പിന്നെ നന്നാക്കാൻ പോകുന്നത് ശരിയായ കാര്യമല്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം വിവാഹത്തിന് മുമ്പൊക്കെ ഇത് അറിഞ്ഞിരിക്കണം, തലമുറകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ആ മേഖലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇതെല്ലാം ദൈവത്തിൻ്റെ കുറ്റമാണെന്ന് പറയും. ചിലർ ചോദിക്കും, ഞങ്ങളിതൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിങ്ങനൊരു ഗതി വന്നത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചത്, ഇപ്രകാരം ഒരു തകർച്ച വന്നത്. ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല അങ്ങനെയുള്ള കുട്ടികൾ. പക്ഷേ ബൈബിൾ പ്രകാരം പറയുന്നു അങ്ങനെ പദ്ധതി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ യേശുക്രിസ്തുവിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാനത് വ്യക്തമായിട്ട് പദ്ധതി അല്ലെന്ന് പറയാൻ കാരണം അതിന് വ്യക്തമായ വചന തെളിവുകളുണ്ട്. അതുകൊണ്ടാണ്. ശാസ്ത്രത്തിന് പലതും പറയാൻ കാണും, പക്ഷേ നമ്മൾ ബൈബിൾ പ്രകാരമാണ് പോകുന്നത്. അതുകൊണ്ട് വചനപ്രകാരം പോകുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ബൈബിളുണ്ട്. കാരണം ആ തെളിവുകൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന തെളിവുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്കിനി അടുത്ത സന്ദേശങ്ങളിൽ കിട്ടും നിങ്ങൾക്കത്. അപ്പോൾ അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് പങ്കെടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ധ്യാനം സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ്. ഓണം അവധിക്കാലത്താണ് നിങ്ങളതിൽ പങ്കെടുക്കുക. ഇനി നമുക്ക് ജാഗരണ പ്രാർത്ഥന 9-ാം തീയതിയാണ്. അടുത്ത ശനിയാഴ്ച നമുക്ക് 9-ാം തീയതി ശനിയാഴ്ച ജാഗരണ പ്രാർത്ഥനയുണ്ട്. 11 മണി മുതൽ രാത്രി 11 തൊട്ട് 3 മണി വരെ. അപ്പോൾ അതിൽ താല്പര്യമുള്ള പങ്കെടുക്കുക. ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് ഓരോ മേഖലകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണത് ദൈവസന്നിധിയിൽ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ നേരത്തെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് രാത്രിയിലെ യാമങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് കുറച്ചുപേർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്നും പങ്കെടുക്കാൻ വേണ്ടിയാണ്, ഓൺലൈനായിട്ടാണത് ഉള്ളതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. അവിടെ പറയുകയാണ്, കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു പഴമൊഴിയാണ്. പഴമൊഴി എന്ന് പറയുമ്പം ഒരു യാഥാർത്ഥ്യത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇപ്പോഴും ആവർത്തിക്കുന്ന എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് മുമ്പ് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നത് വീണ്ടും ആവർത്തിക്കുന്നത് എന്തിന്? ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് ഇതിന് ഒരു പരിഹാരം ചെയ്യുന്നു, ഇതിൻ്റെ മേഖലയെക്കുറിച്ച് പറയുന്നു. ഇനി നമ്മളിത് വായിക്കുമ്പോൾ ഒരു കാര്യം പിടിയിട്ടും, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നും. അപ്പോൾ പുളിയുള്ള മുന്തിരിങ്ങ എന്ന് പറയുമ്പം പുളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വായിലൊരു സ്വാഭാവിക അവസ്ഥയിൽ വെള്ളം വരും. പുളി അല്ലെ എരിവ് അല്ലെ പുളി എന്നൊക്കെ പറയുമ്പോൾ പുളി പ്രത്യേകിച്ച്. അപ്പോൾ പുളി അപ്പനാണ് മുന്തിരിങ്ങ കഴിച്ചത്, പുളിക്കുന്ന മുന്തിരിങ്ങ കഴിച്ച അപ്പനാണ്. അപ്പോൾ അപ്പൻ കഴിച്ച പറയാണ്, അല്ലെങ്കിൽ പുളി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഉടനെ ഇത് കണ്ടുകൊണ്ടിരുന്ന മകനും പുളിച്ചു. മകൻ മുന്തിരിങ്ങ കഴിച്ചിട്ടില്ല, പക്ഷേ ആ മുൻപ് എപ്പോഴോ ആ പുളിയുടെ ഒരു അനുഭവമോ അല്ലെങ്കിൽ ഈ പുളിയെക്കുറിച്ചോ അറിയാവുന്നത് കൊണ്ട് ആ പുളി കഴിച്ചിട്ടില്ലെങ്കിലും, പുളിക്കുന്ന മുന്തിരിങ്ങ കഴിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു ഫീലിംഗ് ആ വ്യക്തിയിലേക്ക് വരുന്നു. എത്ര വ്യക്തമാണത്. കാരണം അപ്പൻ ചെയ്ത ഒരു പാപത്തിൻ്റെ പരിണിത ഫലം നമ്മുടെ രക്തത്തിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ മേലേക്ക് വരും എന്നൊരവസ്ഥ ഉണ്ട് എന്ന് വചനം വ്യക്തമായി പറയുന്നു. ഇനി അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം നമ്മൾ 16 നമ്മൾ വായിക്കുന്നുണ്ട്, 31 കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നിട്ട് ഇവിടെ പറയുന്ന അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. ഇസ്രായേൽ ആവർത്തിക്കുകയില്ല. അതിൻ്റെ കാരണം തുറന്ന് താട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. പിതാവിൻ്റെ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷൻ പുത്രൻ അനുഭവിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അനുഭവിക്കും, പക്ഷെ അത് എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരത്താണ്, പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർത്തിക്കുകയും എൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായിട്ടും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ തിന്മകൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെടേണ്ടതില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. അപ്പോൾ നീതിമാൻ ആയതുകൊണ്ടാണ് അതനുഭവിക്കേണ്ടി വരാതെ വരുന്നത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയുക? പുതിയ നിയമങ്ങൾ വരുമ്പം നമ്മൾ കാണുന്ന കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വചനം തന്നെയാണ്. പക്ഷേ പലരും സംശയം ചോദിക്കുമ്പോൾ അവർ മൊത്തം കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 പറയുകയാണ്, പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടണമെങ്കിൽ പിതാക്കന്മാരാണ് വ്യർത്ഥമായ ജീവിത രീതി നയിച്ചത്. പക്ഷേ നമ്മളെന്തിനാണ് വീണ്ടെടുക്കപ്പെടുന്നത്? നമ്മൾ വീണ്ടെടുക്കപ്പെടണമെങ്കിൽ നമ്മളിത് കിടക്കുന്നതുകൊണ്ടാണ്. വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്ന പോലെ. എന്ന് വെച്ചാൽ സ്വർണത്തിനോ വെള്ളിക്കോ, സ്വർണം കൊടുത്തോ വെള്ളി കൊടുത്തോ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് വന്നിരിക്കുന്ന പാപത്തെ കഴുകാൻ പറ്റുകയില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം കത്തോലിക്ക സഭയിൽ തന്നെ പലപ്പോഴും ക്രിസ്തുവിൻ്റെ കുരിശിനെ കുറിച്ചൊക്കെ വളരെ പ്രഘോഷണങ്ങളും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം മനുഷ്യർ ഈ തിരി കത്തിച്ചാൽ, എണ്ണയൊഴിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയാൽ, പരിഹാര പ്രക്രിയകൾ ചെയ്താൽ പൂർവീകര പാപം മാറുമെന്ന് വിശ്വസിച്ച് പോകുന്നവരുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ആണെങ്കിലും പൂർവ്വപിതാക്കന്മാരെ പാപം ക്രിസ്തു പരിഹരിച്ചു. അതെന്താ നമ്മൾ പിന്നെ ചിന്തിക്കും. അപ്പോൾ അതിനൊരു മനുഷ്യ പരിഹാരങ്ങൾ ആവശ്യമില്ല. മനുഷ്യപരിഹാരം മറ്റൊന്നാണ്. മനുഷ്യൻ എന്ത് പരിഹാരം ചെയ്യുന്നുള്ള വേറൊരു മേഖല കടപ്പുണ്ട് ബൈബിളിൽ. മനുഷ്യൻ എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതില്ലാതെ ഇപ്പം എൻ്റെ അപ്പനൊരു 1000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, അയാൾക്ക് തിരിച്ചു കൊടുത്തില്ല എൻ്റെ അപ്പൻ. അപ്പൻ അത് ആ കാശ് കൊണ്ടുപോയി ധ്യാനകേന്ദ്രത്തിൽ സ്തോത്രക്കാഴ്ച ഇട്ട് കഴിഞ്ഞാലോ 1000 രൂപയുടെ തിരിമേടിച്ച് കത്തിച്ചാലോ അതിന് പരിഹാരമാകത്തില്ല. അപ്പൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോ ആ വ്യക്തിക്ക് സക്കീവൂസിൻ്റെ കണക്കും ബൈബിൾ പ്രകാരവും നമ്മൾ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. 4000 രൂപ തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും പലർക്കും താല്പര്യമില്ല. അവർ
ആത്മീയമായ പുതിയ വശങ്ങൾ തേടി പോകുന്നു. വചനത്തിനനുസൃതമായ രീതിയിലല്ല, ആരോ പറഞ്ഞ ചില വശങ്ങൾ തേടി പോവുകയും എവിടെയൊക്കെ കൊണ്ട് കാശ് കൊടുത്ത് പരിഹാര പ്രക്രിയയ്ക്ക് ഓടി നടക്കുകയും ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തും ഇവരുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ലഭിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പറയുകയാണ്, പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശിച്ചു പോകുന്ന സ്വർണ്ണവെള്ളിയെ കൊണ്ടല്ല. ഇനി ബാറൂക്ക് പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച ഞങ്ങളുടെ പിതാക്കന്മാരെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്ദയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ച് കളഞ്ഞ ഇടങ്ങളിതാ ഞങ്ങളിന്നും പ്രവാസികളായി കഴിയുന്നു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നത് ദാരിദ്ര്യം കർത്താവിന് വേണ്ടി സ്വീകരിച്ചവരെ കുറിച്ചാണ്. എന്നാൽ ചില മനുഷ്യന് ചില ദാരിദ്ര്യങ്ങളുടെ പിന്നിൽ ചില സാമ്പത്തിക ക്രമക്കേടുകളും അനീതികളുടെയും ബന്ധനം കിടപ്പുണ്ട്. അങ്ങനെ ചില ദേശങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില ഭവനങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. നമ്മൾ എന്തെല്ലാം സഹായം ചെയ്താലും എന്തെല്ലാം ചെയ്താലും ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു അല്പ ആശ്വാസം കൊടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു ശാശ്വതമായ ഒരു മോചനം അവർക്ക് കിട്ടുന്നില്ല. അപ്പം ആ മോചനം കിട്ടാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ അവരിന്നും ഈ പ്രവാസികൾ അല്ലെങ്കിൽ എന്നും ഒരു തകർച്ചയിൽ കഴിയുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അവിടെ പറയുകയാണ്, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത് വന്നത്. ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ അകൃത്യങ്ങൾ നിമിത്തം ആണിത് സംഭവിച്ചത്. ഞങ്ങൾ നിന്ദയും ശാപവും ശിക്ഷ ഏറ്റുകൊണ്ട് ഇതിങ്ങനെ പ്രവാസികളായി കഴിയുന്നു, തകർച്ചയിൽ കഴിയുന്നു, ദുരിതത്തിൽ കഴിയുന്നു. ഞാനിത് പറയുമ്പോഴെല്ലാം ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, യേശു ക്രിസ്തുവിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം ചെയ്യാൻ പറ്റും, കർത്താവായ ദൈവത്തിന്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവ് പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കതിനുള്ള ഒരു മോചനം കിട്ടൂ. കാരണം കർത്താവ് പറയാതെ ജീവിച്ചതിൻ്റെ പരിണതഫലങ്ങളാണ്. ദൈവം ശിക്ഷിക്കുന്നതല്ല. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് വെച്ചാൽ പാപത്തിനകത്ത് തന്നെ മരണം ഇൻക്ലൂഡാണ്. അതുകൊണ്ടാണ് പാപത്തിനുള്ളിൽ മരണം അകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആര് പാപം ചെയ്യുന്നുണ്ടോ അവർക്ക് മരണമുണ്ട്, ആര് നീതി പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ ഇവിടെ വിലാപങ്ങളുടെ പുസ്തകം 5:7 വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. കണ്ടോ, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അവർ മരിച്ചു പോയിട്ടും അവർ അകൃത്യം വഹിക്കുന്നു. എന്തുകൊണ്ട്? പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ചിലപ്പോൾ അവർ പാപകരമായി ഉണ്ടാക്കിയ വസ്തുക്കളായിരിക്കാം, പാപകരമായി ഉണ്ടാക്കിയ സ്വത്തുക്കളായിരിക്കാം, പാപകരമായി ഉണ്ടാക്കിയ സ്വർണമോ വെള്ളിയോ ആയിരിക്കാം, പാപകരമായി ഉണ്ടാക്കിയ പണമായിരിക്കാം. എല്ലാവരുടെയും കാര്യത്തിലല്ല. അങ്ങനെ ഉണ്ടാക്കിയ പണം സ്ത്രീധനമായിട്ട് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ, അവകാശമായിട്ട് ഒരു കുടുംബത്തിന് കൊടുക്കുമ്പോൾ, ആ കുടുംബത്തിൽ ആ പണം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തകർച്ച വരുന്നു. എന്ന് പറയുമ്പോൾ അവിടെ രോഗങ്ങൾ വരുന്നു, മറ്റേതെങ്കിലും ദുരിതങ്ങൾ വരുമ്പം ഈ പണം നിൽക്കാതെ ഉപയോഗിച്ചു പോകുന്നു പല കാര്യങ്ങൾക്ക്. സത്യത്തിൽ മകൾക്ക് സ്ത്രീധനം കൊടുത്തത് അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. സ്ത്രീധനം മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല, മേടിക്കുന്നത് തെറ്റ് തന്നെയാണ് കണക്ക് പ്രകാരം. എന്നാൽ അപ്പൻ സന്തോഷപൂർവ്വം കൊടുക്കുമ്പം ഈ അപ്പൻ്റെ മനസ്സിലൊരു വേദന കിടപ്പുണ്ട്, ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ചത് അവിടെ കൊടുക്കുന്നു, മകൾക്ക് കൊടുക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നു പറയുമ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിത, പക്ഷേ ആ സന്തോഷം എവിടുന്ന മകളെന്നുള്ള നിലയിലുള്ള സന്തോഷം കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ അത് മരുമകനോ മകളോ കൊണ്ടുപോയി സ്വയം അധ്വാനിക്കാത്തതുകൊണ്ട് അതിൻ്റെ വില അറിയാതെ നശിപ്പിച്ച് കളയുമ്പോൾ അതൊരു ശാപമായി മാറും. മറ്റൊന്ന്, ഇനി അപ്പൻ ചിലപ്പോൾ കൊടുത്ത ഈ സ്വത്തിൽ അപ്പൻ അധ്വാനിച്ചത് പകുതിയേ ഉള്ളൂ, അപ്പൻ അനീതിയിലാണ് പകുതി ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ അംശങ്ങൾ അവിടെ കിടക്കുന്നത് കൊണ്ട് അത് അവരെ തലമുറയെ ബാധിക്കും. ചില മക്കളില്ലായ്മയ്ക്ക് അത് കാരണമാകും. ചിലപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അടുത്ത ഭാവിയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ തലമുറകൾ അതൊരു തകർച്ചയായിട്ട് കടന്ന് വന്നേക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിന് പരിഹാരം ക്രിസ്തു നമുക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധത്തിലേക്ക് വരണം. ഈ പുതിയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമത്തിലാണ് ക്രിസ്തുവിനെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ക്രിസ്തു ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ പരിഹാരം നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലാണ്. അപ്പോൾ യേശു ക്രിസ്തു വഴി നമുക്ക് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിത് പറയുമ്പോൾ നമ്മൾ പേടിക്കാനോ അല്ലെങ്കിൽ വേദനിക്കാനോ ദുഃഖിക്കാനോ അല്ല, യാഥാർത്ഥ്യം ഇതാണ്. പക്ഷെ അതിന് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമുക്ക്
ഇപ്പോൾ ചില ധ്യാനിപ്പിക്കുന്നവർ പറയും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ എന്ന് പറയും. ഇവർ ഇതുപോലെ അടിമത്തത്തിൽ കിടക്കുക. ചില വ്യക്തികളോട് ദൈവം കരുണ കാണിച്ചത് കൊണ്ട് ഇപ്പോൾ ഈ തലമുറയെ കാണത്തില്ലായിരിക്കാം, പക്ഷെ അടുത്ത തലമുറയിൽ ചിലപ്പോൾ അത് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം, അതിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. ഇനി അതിൻ്റെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഈ സൗഖ്യം കിട്ടിയ മനുഷ്യൻ്റെ അമ്മയും അപ്പനും ഒക്കെ അവിടെ ഉള്ളപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പം യേശു ക്രിസ്തുവിലൂടെ ആർക്കെങ്കിലും സൗഖ്യം കിട്ടുകയോ ക്രിസ്തുവിനെ അനുഗമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ യഹൂദന്മാർ അന്നൊരു തീരുമാനമെടുത്തായിരുന്നു, അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണം. അപ്പോൾ പുറത്താകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾ അവനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഈ അന്ധനായ മനുഷ്യൻ സൗഖ്യപ്പെട്ടതിൻ്റെ പേര് അവനെയും പുറത്താക്കി സിനഗോഗിൽ നിന്ന്. നമ്മുടെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഒരു അനുഗ്രഹത്തിലേക്കോ സൗഖ്യത്തിലേക്കോ വരാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ ചില ചിട്ടാവട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ചില സംവിധാനങ്ങൾക്ക് വിരുദ്ധമായിട്ടൊക്കെ അവൻ മാറി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു ആണെങ്കിലും ശരി അവർ പുറത്താക്കുന്ന കുറേ പേരുണ്ട്. ഇന്ന് നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന പല സംഭവങ്ങളുടെ പിന്നിലും ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച പലരെയും വേദനിപ്പിച്ച ക്രിസ്ത്യാനികൾ, ക്രൈസ്തവരോടെ നിൽക്കട്ടെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളോടെ നിൽക്കട്ടെ, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചവരെ നിന്ദിച്ചതിന് ചില പരിണത ഫലങ്ങൾ ഇന്ന് ആ സമൂഹങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പരിശോധിച്ച് നോക്കി അനുഭവിക്കുക, അപ്പോൾ അനുഗ്രഹം കടന്നു വരും. അല്ലാതെ നമ്മളിങ്ങനെ മുഖംമൂടി ധരിച്ച് പലപ്പോഴും ഈ കണ്ണിൽ പൊടിയിട്ടൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാണ് പല പ്രശ്നങ്ങളും. പരിശോധനയ്ക്ക് വിധേയമാക്കണം, കണ്ടെത്തണം, ഏത് സാഹചര്യമാകട്ടെ. പക്ഷേ നമ്മൾ വിതച്ചതാണോ ഇപ്പോൾ കൊയ്യുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കേണ്ട കാലഘട്ടമാണിത്. മനസ്സിലാക്കിയില്ലേ കർത്താവ് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരുന്നൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമാണ്, ദൈവം പാപികളെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നമുക്കറിയാം. ഈശോയെക്കുറിച്ച് പറയുക. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ദൈവം പാപികളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കുകയുള്ളൂ, പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല. ദൈവം വിശുദ്ധരുടെ മാത്രമേ, നീതിയുള്ളവരുടെ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ ബോധ്യം കിടക്കുകയാണ്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല, നീതിമാന്റെ പ്രാർത്ഥന മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ രോഗം ജോബിനെ പോലെ തന്നെയാണെന്ന് വേണേൽ പറയാം. ജോബിൻ്റെ ജീവിതത്തിൽ ജോബിന് പരീക്ഷകൾ ദൈവം അനുവദിച്ചിട്ട് വന്നതാണ്. പക്ഷെ ജോബ് തകർന്നു പോയില്ല, ജോബിനെല്ലാം തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചതിൽ മാതാപിതാക്കൾക്കും ഈ മനുഷ്യനുമൊക്കെ ദുഃഖം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ കർത്താവ് തീർച്ചയായിട്ടും ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയാണ്. അതിലൂടെ യേശു ആരാണെന്ന് വെളിവാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രോഗവും അങ്ങനെയല്ല, ദൈവമഹത്വത്തിന് വേണ്ടി ചില വ്യക്തികളെ ദൈവം ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ അതുകൊണ്ട് തന്നെ കാണുന്നൊരു കാര്യം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ബെത്സൈദ കുളക്കരയിലുള്ള അവിടെയുള്ള ഒരു രോഗശാന്തിയെക്കുറിച്ച്. അവിടെ 8-ാം തീയതി പറയുന്നത് ഇങ്ങനെയാണ്, 38 വർഷമായി രോഗിയായി കിടന്ന മനുഷ്യൻ നമുക്കറിയാവുന്നതാണ്. അവിടെ പറയുന്നു, യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കെടുത്ത് നടത്തും. എന്ന് വെച്ചാൽ സുഖം അവന് കിട്ടി. ഇനി അന്നൊരു സാപത്തായിരുന്നു, അതുകൊണ്ട് ആൾക്കാരെല്ലാം അവിടെ പ്രശ്നമുണ്ടാക്കി എന്നുള്ളവർ. 14-ാം തീയതി പറയുകയാണ്, പിന്നീട് യേശു ദൈവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ സുഖം കിട്ടി, അതിന് കാരണങ്ങളുണ്ട്, പിന്നെ സൗഖ്യം കിട്ടി. എന്നിട്ടൊരു വാക്ക് ഈശോ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേൽ പാപം ചെയ്യരുത്. അപ്പോൾ ഇത്രയും കൂടുതൽ മോശമായി സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പാപം ചെയ്തത് കൊണ്ടാണ്. അപ്പം പാപം വഴിയും രോഗം വരും, പാപമില്ലാതെയും രോഗം വന്നേക്കാം. എന്നാൽ ചില രോഗങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ചിലപ്പോൾ അനുവദിക്കുന്നതായിരിക്കാം. അത് നീതിമാന് അനുവദിക്കുന്നതാണ് ദൈവഹിത പ്രകാരമുള്ള കാര്യം. എന്നാൽ അതുകൊണ്ട് എല്ലാ രോഗവും അങ്ങനെയാണെന്ന് പറഞ്ഞേക്കരുത്. എല്ലാ രോഗവും അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. തലമുറകളിലൂടെ കടന്നു വരുന്ന ഒരുപാട് രോഗങ്ങളുടെ പേരുകൾ കൃത്യമായി ബൈബിളിലുണ്ട്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പരിശോധിക്കുക ദൈവസന്നിധിയിൽ. കർത്താവെ, എനിക്കും എൻ്റെ തലമുറകൾക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. വെറുതെ കാരണം പ്രാർത്ഥന വലിയൊരു കാര്യമില്ല.
ചെയ്ത പാപം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചില ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത സന്ദേശങ്ങളിൽ നമ്മൾ ആ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ തുടക്കം മുതലുള്ള സന്ദേശങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അത് കഴിയുമ്പം നിങ്ങൾ വിളിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറയും, അല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്തിന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. 15-ാം തീയതി വരെ നമ്മൾ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ആയതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ആ മെസ്സേജ് ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ചില പേരുടെ നമ്പർ കിട്ടിയിട്ട് ചിലർ ഇപ്പം ഒരു കണിയാണ്ട പരിപാടി പോലെ വിദേശത്ത് പോയാൽ ശരിയാകുമോ, പരീക്ഷയിൽ ജയിക്കുമോ, വസ്തു മേടിക്കണമോ, നമ്മൾ കണിയാൻ്റെ പരിപാടി ചെയ്യാനല്ല നമ്മൾ ഇരിക്കുന്നത്. ദയവ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ അങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും എടുക്കുന്നത് ദൈവഗത പ്രകാരമല്ല. മുമ്പ് കൈനോട്ടക്കാരൻ്റെ അടുത്തും കണിയാൻ്റെ അടുത്തും പോയ പരിപാടി ഇപ്പം ധ്യാനം വരങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ തെറ്റാണ്. വരങ്ങൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ തടസ്സം എങ്ങനെ വന്നു എന്ന് നമ്മൾ സംസാരിച്ച് അത് ക്രിസ്തുവിലൂടെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു തരുന്ന മേഖലയാണ്. അല്ലാതെ ഓരോരുത്തർക്കും കിട്ടേണ്ട മറ്റു മേഖലകളെക്കുറിച്ച്, ലോകത്തിൻ്റേതായ മറ്റു പല മേഖലകളെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ പലരും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവവചന പ്രകാരം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മേഖലകളെ സമർപ്പിക്കാം. അടുത്തുള്ള സന്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കേൾക്കണം. ദയവേത് മുൻകാല സന്ദേശങ്ങൾ ദയവേത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധ്യാനത്തിൽ സാധിക്കുന്നവർ പങ്കെടുക്കുക. കുറച്ച് പേരെ പങ്കെടുക്കുന്നുള്ളതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുക. ആളായി കഴിയുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിനപ്പുറത്തേക്ക് ആൾക്കാരെ നമ്മൾ കയറ്റുവാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവിക മേഖലയിൽ കിടക്കുന്ന സകല പാപങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ, തകർച്ചകൾ, ബന്ധനങ്ങൾ, തിന്മയുടെ ആധിപത്യങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. സ്വർഗീയപ്പ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പൂർവികമായി ഞങ്ങൾ കിടക്കുന്നതെല്ലാം യേശുക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളത് വചനത്തിൽ വായിക്കുന്നു. ഞങ്ങളത് കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പാപബോധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവെ നൽകണമേ. പരിശുദ്ധമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിക്കാൽ ഗബ്രിയേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാര ശക്തികളുടെ സകലവിധ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സഹായം നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. നിരവധി പേർക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കുക. കാരണം നിരവധി പേര് ഒന്ന് തെറ്റിദ്ധാരണയിലാണ്, മറ്റൊന്ന് നിരാശയിലും ദുഃഖത്തിലുമാണ്. അപ്പം അങ്ങനെയുള്ളവർ, രോഗമുള്ളത് കൊണ്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുടുംബം തകർന്നു പോയതുകൊണ്ട് ഒരുപാട് പേര് ജീവിതം അവസാനിപ്പിക്കുന്ന നിരാശ കഴിയുന്നവർ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പിടിച്ചെഴുന്നേൽപ്പിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. തലമുറ തലമുറ വഴി നടത്തി, തലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു. തലമുറ തലമുറ വഴി നടത്തി, തലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു. ഇതുവരെ അതിശയമായി പുലർത്തി, ഇനിയും അവനെന്നും മതിയായവൻ. ഇതുവരെ അതിശയമായി പുലർത്തി, ഇനിയും അവനെന്നും മതിയായവൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. ഉയർത്തുന്നവൻ, കുനിഞ്ഞതം ശിരസിനെ ഉയർത്തുന്നവൻ, തുഴഞ്ഞതം
മുഴങ്ങാൻ നിവർത്തുന്നവൻ, കുനിഞ്ഞതാം ശിരസിനെ ഉയർത്തുന്നവൻ, ചതഞ്ഞതമോടെ ഒഴിക്കാത്തവൻ, പുകയുന്ന തിരി